സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ടോ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ചില നാറികൾ ഉണ്ടാവും. സത്യം പറയാൻ ചില നാറുകൾ ഉണ്ടാവും. ഒരു വക അല്ലെങ്കിൽ ഒരു കാര്യം പറയില്ല. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു പകുതി പോലും തിരിച്ചു കാണിക്കാത്ത ചില നാറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയും, ഫണ്ണായിട്ട് ഇരിക്കുകയും അവര് നമ്മുടെ കൂടെ നടക്കണം, നമുക്ക് അവരുടെ കൂടെ നടക്കണം, എല്ലാ കാര്യം തുറന്നു പറയണം, വിളിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാത്ത ചില നാറുകൾ ജീവിതത്തിലുണ്ടാവും. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പകുതി പോലും ഉണ്ടാവില്ല. അതാ പറയുന്നത് ജീവിതത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യരുതെന്ന്. ഈ ഡയലോഗൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? കൂടെ നിന്ന് ചതിക്കുന്ന കുറേ ഉറ്റ സുഹൃത്തുക്കളുണ്ട്. അങ്ങനത്തെ ഒരു സുഹൃത്താണ് രതീഷ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ 6. സത്യം പറയാലോ, ജിൻഡോനെ പോലെ ഒരു നല്ലൊരു വ്യക്തിനെ എന്തിനിങ്ങനെ ചതിക്കണം രതീഷ്? അതായത് സിജോയുടെ അടുത്ത് പോയി പറയുകയാണ് രതീഷ്, ജിൻഡോനെ നമുക്ക് പൂട്ടണം, നീ ജിൻഡോ അല്ലെങ്കിൽ നീ എന്നോട് അടികൂട്, രതീഷിനോട് അടികൂട്. അപ്പൊ ജിൻഡോ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ജിൻഡോ വന്നിട്ട് ഭയങ്കര രീതിയിൽ തർക്കിക്കും. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് ജിൻഡോനെ പൂട്ടാം എന്നാണ് പറയുന്നത്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നല്ലൊരു ഫ്രണ്ടല്ലേ രതീഷും ജിൻഡോയും കൂടെ. പിന്നെ ആവശ്യമില്ലാതെ ഒരു ഉറ്റ സുഹൃത്തിനെ ചതിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അത് വേറൊരു വ്യക്തിയുടെ അടുത്ത്. ഇതാ പറയുന്ന മക്കളെ, ജീവൻ പോയാലും അപ്പനെ അമ്മേനെ അല്ലാണ്ട് വേറെ ഒരു മനുഷ്യനെ വിശ്വസിക്കരുത്. അത് വ്യക്തമായിട്ട് ജിൻഡോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ജിൻഡോ പറയുന്നത്, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ രതീഷ് ഇപ്പൊ ഒരു വൈൽഡ് കാർഡ് എൻട്രി അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അഥവാ രതീഷ് ഒരു പെർമനന്റ് ആയിട്ട് ഇവിടെ തുടരുവാണെങ്കിൽ ഞാൻ രതീഷിന്റെ കൂടെ ഇങ്ങനെ ഫ്രണ്ട് അടിച്ച് നടക്കില്ല. അത് മാത്രമല്ല, രതീഷിനോട് ഗെയിം കളിക്കത്തുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കളിക്കും. എന്ത് വന്നാലും എനിക്കൊരു പുല്ലാണ്. ആ മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. ആരൊക്കെ എന്തൊക്കെ ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ വഴി നോക്കി മൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. വേറൊരു മനുഷ്യനെ എക്സ്പെക്ട് ചെയ്യണ്ട, വേറൊരു മനുഷ്യന്റെ പുറകെ നടക്കണ്ട. നിങ്ങൾ നിങ്ങളായി ജീവിച്ചോ. എന്തൊക്കെ ലൈഫിൽ വന്നാലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മോനെ അത് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് ജിൻഡോയ്ക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ ലൈവ് കാണുമ്പോൾ നല്ല മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് ജിൻഡോനെ അനുകൂലിച്ച് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടാട്ടോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ജിൻഡോയ്ക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്ന രീതിയിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിന് ശരിക്കുള്ള മുഖമോടിയിട്ടുള്ള മുഖം മാറിയിട്ട് റിയൽ ആയിട്ടുള്ള ഫേസ് പുറത്ത് വരുന്നുണ്ട്. രതീശ പണ്ടത്തെ അതേ രതീഷ് തന്നെയാണ്, ഒരു മാറ്റവും. 7-ാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയാലും 50-ാം ദിവസം കയറി വന്നാലും അതേ രതീഷ്, ഒരു മാറ്റമില്ലാത്ത സെയിം രതീഷ്.